അപ്പം നന്ദുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ ഞങ്ങൾ രണ്ടുപേരോട് അമ്പലത്തിൽ പോയി. കണ്ണനുണ്ണി ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് അവനെ കൂട്ടിയില്ല. രാവിലെ വിളിച്ചുണർത്തിക്കൊണ്ട് പോകുന്നത് അവന് ഒരു മൂശാട്ടയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അമ്മാച്ചൻകാവിലാണ് പോയത്. വേറെ അമ്പലങ്ങളിലൊന്നും പോകാനുള്ള സമയം കിട്ടില്ല, കാരണം കുഞ്ഞെണീക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ തൊഴുത് വീട്ടിൽ വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ഫുഡൊക്കെ കഴിച്ച് അപ്പവും കൊഞ്ചുതീയലും ആയിരുന്നു. നന്ദുവിന് കൊഞ്ചുതീയൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ വന്നപ്പോഴത്തേക്ക് കണ്ണനുണ്ണി എണീറ്റ് പല 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 എന്നവൻ പറയുന്നത്. രസം അത് കേക്കായി പറഞ്ഞ ഹാപ്പി നന്ദു അച്ഛാ. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് അവിടെ നടക്കുമായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി മിൻറ്റ് ലൈം ഉണ്ടാക്കി. ഞാൻ ലൈമൊക്കെ ഉണ്ടാക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം. വലിയ ടേസ്റ്റ് കള്ളത്തരം പറയരുത്, സത്യസന്ധമായിട്ട് പറയണം. കേൾക്കുന്നവർക്ക് തോന്നി ഇതാക്കുവാന്ന്, പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. അച്ഛൻ അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് ബിരിയാണി ആയിരുന്നു. ഇതാണ് നമ്മുടെ ഷെഫിന് മുഖം കാണിക്കാനൊരു നാണക്കേടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും ചേട്ടനും കഴിക്കാനായിട്ടിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുമല്ല ബിരിയാണിയുടെ സ്മെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പച്ചി 2 വട്ടം ബിരിയാണി ഉണ്ടാക്കി തന്നായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അപ്പച്ചിയെ കൊണ്ട് ഈ വട്ടം ഉണ്ടാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചത്. നല്ല എരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചേട്ടൻ പോയി ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പം നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.